നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചിക്കിന്ന് പിടിപ്പത് പണിയുണ്ടല്ലോ. അതെ, ഇന്ന് ഞാൻ കൂടി സഹായിക്കാം. ഇന്നെന്താ ചേച്ചി രാവിലെ ഉണ്ടാക്കുന്നേ? ചേച്ചി ചേച്ചി കരയാണോ? എന്താ ചേച്ചി പ്രശ്നം? ചേച്ചി കാര്യം പറ. എന്തിനാ കരയുന്നത്? ഇത് നോക്ക്, കാര്യം പറഞ്ഞാലല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഇതിന് പരിഹാരം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ അല്ലേ. എനിക്ക് ആ വിലയല്ലേ വന്നു കയറിയ കുടുംബത്തിലും കാണും. അതുകൊണ്ടെല്ലാം സഹിച്ചേ പറ്റൂ. എന്നാലും ഒരു കുടുംബത്തിലെ പാവപ്പെട്ടവർക്കും പണക്കാർക്കും രണ്ട് പരിഗണന, അത് പാടില്ല. ഞാനും ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളല്ലേ, ഒളിച്ചോടി വന്നതൊന്നും അല്ലല്ലോ. എന്താ സുചിത്രേച്ചി ഇങ്ങനെ? ഞാൻ ഹരിത ഒളിച്ചോടി വന്നതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നും അല്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാ. പണവും പദവിയുള്ള ഹരിതയുടെ അച്ഛനമ്മമാർക്ക് ഇവിടെ എല്ലാവരും ദൈവത്തിന്റെ സ്ഥാനമല്ലേ കൊടുക്കുന്നത്. അവര് കാർക്കിച്ച് തുപ്പിയാലും എത്ര അവജ്ഞ കാണിച്ചാലും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പണവും പദവിയും ഇല്ലാത്ത ഒരാളിന്റെ വിധവയല്ലേ എന്റെ അമ്മ. മറ്റുള്ളവരുടെ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകുന്നവള്. അങ്ങനെയുള്ള അമ്മയ്ക്ക് ആരും പുല്ലുവില കൊടുത്തില്ലെങ്കിലും ആർക്കും പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. ഒരർത്ഥത്തിൽ അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്യുന്ന പണി തന്നെയല്ലേ എനിക്കിവിടെ. നേരം വെളുത്താൽ അർദ്ധരാത്രി വരെ ഒന്ന് ശ്വാസം വിടാൻ പോലും നേരം കിട്ടില്ല. ശമ്പളക്കാരിയായ ഹരിത ഇന്ന് വരെ ഇവിടുത്തെ അടുക്കള പോലും നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. അതിനാർക്കും ഒരു പരാതിയുമില്ല. ചേച്ചി പറയുന്നതൊക്കെ ന്യായം തന്നെ. പക്ഷെ അച്ഛനമ്മമാർക്കുമില്ലേ ചില പരിമിതികളൊക്കെ. ചേച്ചി അവര് മനഃപൂർവ്വം അവഗണിക്കുന്നതൊന്നുമല്ല. കോടീശ്വരിയായ ഒരു മരുമോളെ അടിച്ചും പിടിച്ചും ഒക്കെ അനുസരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താ ഹരിത ചിലപ്പോൾ മനോജിനും കളഞ്ഞിട്ട് പോയെന്ന് വരും. അവർക്ക് മനോജിന്റെ ജീവിതം തകർക്കാൻ പറ്റുമോ? മൂത്ത മോന്റെ ഭാര്യയായ സുചിത്രേച്ചിയും ഇളയ മകന്റെ ഭാര്യയായ ഹരിതയും ഒരു വീട്ടിൽ ഒരുമിച്ച് കൊണ്ടുപോവാൻ വലിയ റിസ്ക് അമ്മ എടുക്കുന്നത്. ഇല്ലായ്മ അറിഞ്ഞു വളർന്ന ചേച്ചിയോട് മാത്രമേ അവർക്ക് എന്തെങ്കിലും അധികാരം കാണിക്കാൻ പറ്റൂ. അത് അവഗണനയല്ല, ഗതികേട് കൊണ്ടുള്ള അവസ്ഥയാണ്. സുചിത്രേച്ചി, ചേച്ചി അത് മനസ്സിലാക്കണം. എന്റെയും വർഷയുടെ മനസ്സില് ഒരു നാത്തൂന്റെ സ്ഥാനമല്ല, മൂത്ത ചേച്ചിയുടെ സ്ഥാനം സുചിത്രേച്ചിക്ക്. അമ്മയ്ക്ക് ഞാനും വർഷം മാത്രമല്ല പെൺമക്കൾ. ചേച്ചി അമ്മയുടെ സ്വന്തം മോളെ പോലെ. എന്താ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ചേച്ചിക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.